ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണ രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്നാണ് വിധി പറയുക. ഇഡിയുടെ സമാന്തര അന്വേഷണം ശരിയല്ല, ആവശ്യമില്ലാത്ത സാധനമാണെന്നാണ് SIT പറയുന്നത്. SIT വേണ്ടി പ്രോസിക്യൂഷൻ ഈ വാദഗതി കോടതിയിൽ നിരത്തും. ഈ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് N വാസുവിന്റെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷയിലും ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഷെവീദ് റാവുത്തർ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യുന്നു. ഷെവീദ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ രണ്ട് അന്വേഷണം പാരലായി നടക്കേണ്ട എന്നാണോ SITയുടെ പക്ഷം? SITക്ക് അങ്ങനെ ഒരു താല്പര്യം ഇക്കാര്യത്തിലുണ്ട്. കാരണം സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ SIT നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടക്കുന്നത്. ഏതായാലും ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങൾ അത് രണ്ട് കോടതിയിലായി നടക്കുന്നുണ്ട്. ഒന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലാണ്. അത് ഈ അന്വേഷണ രേഖകൾ ആവശ്യപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിൽ വിധി പറയുക ഇന്നാണ്. ED നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഒരു സമാന്തര അന്വേഷണം ശരിയല്ല, കള്ളപ്പണ ഇടപാട് പരിശോധിക്കാൻ എതിർപ്പില്ലെന്നും വാദത്തിനിടയിൽ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ED അന്വേഷണം എങ്ങനെ SITയെ ബാധിക്കുമെന്നായിരുന്നു ED അഭിഭാഷകന്റെ മറുചോദ്യം. അതേസമയം കേസിൽ FIRും അതേപോലെ തന്നെ മറ്റ് വിവരങ്ങൾ ഉൾപ്പെടെ EDക്ക് കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് നൽകിയേക്കും. എന്നാൽ കേസ് അന്വേഷണത്തിന് മൊഴിയടക്കമുള്ള വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ വീണ്ടും ED ഹൈക്കോടതിയെ സമീപിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം മുൻ പ്രസിഡന്റ് N വാസുവിന്റെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയുകയാണ്. നേരത്തെ പലതവണ ഇക്കാര്യത്തിൽ വാദങ്ങൾ ഹൈക്കോടതിയിലടക്കം നടന്നിരുന്നു. നേരത്തെ താഴ്ന്ന കോടതിയിൽ അത് കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഹൈക്കോടതിയിലേക്ക് പോയത്. ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചാണ് വിധി പറയുക. ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ നേരത്തെ ഈ വാദങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇരുവരും പറഞ്ഞിരുന്ന കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യം തങ്ങൾക്ക് അറിവില്ല, മാത്രമല്ല ഇക്കാര്യത്തിൽ ചില രേഖകൾ ഉൾപ്പെടെ, അതായത് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ വന്ന സാങ്കേതിക പിഴവിന് തങ്ങൾ എങ്ങനെ കുറ്റക്കാരാകുമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് ഉയർത്തിയിരുന്നു. എന്നാൽ അതൊരു കേവലവാദം മാത്രമായിട്ടാണ് അന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ അതിനെ എതിർത്തത്. ഏതായാലും നിലവിൽ ഇന്ന് ഈ രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങൾ, അതിലൊന്ന് ഹൈക്കോടതിയിലും രണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിലും നടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.